10ാം ക്ലാസ് അവധിക്ക് നിന്നപ്പോൾ തയ്യൽ പഠനം കൊണ്ട് എനിക്ക് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ലെങ്കിലും ഞാൻ തയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു മാറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം പുറത്ത് തയ്പ്പിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല കേട്ടോ കിട്ടിയിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സ്വന്തമായിട്ട് തയ്ക്കുക ഒരു നിലയിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഞാൻ സൂചിയും നൂലും ഉപയോഗിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് കൊണ്ടാവണം അച്ഛൻ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങി തന്നു കേട്ടോ. പിന്നെ പരീക്ഷണം മുഴുവനും അതിലായിരുന്നു. ഇതിനിടയ്ക്ക് പഠനവും നടന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കാരണം കൂടുതൽ പരീക്ഷണങ്ങൾക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കും. അതിനോടൊപ്പം തന്നെ അത് ഓരോന്ന് തയ്ക്കുമ്പോഴും എനിക്ക് നല്ല പ്രോത്സാഹനം വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലുള്ളവരുടെ ഡ്രസ്സും കൂടെ ഞാൻ തയ്ക്കാനൊക്കെ തുടങ്ങി. വലിയ മോഡലൊന്നും വെച്ചിട്ടായിരുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ തയ്ക്കാൻ തുടങ്ങി. അതോടൊപ്പം അതൊക്കെ കണ്ടിട്ടാവണം എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ ഡ്രസ്സുകളും തന്നപ്പോൾ ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിന്ന സമയത്താണ് ഞാൻ പത്രത്തിലൊരു ആഡ് കാണുന്നത്. ഒരു സ്ഥാപനത്തിൽ ഹാൻഡ് എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അവിടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം പോയത് ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാനായിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പഠനത്തിൽ നിന്നും ഞാൻ വീണ്ടും ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സിലേക്ക് എത്തിപ്പെടുകയായിരുന്നു കേട്ടോ. അതിൽ നിന്ന് 10-40 ഐറ്റം ഡ്രസ്സ് എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ശരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ലോകത്തേക്ക് എത്തുന്നത്. പക്ഷേ അധിക നാൾ പറ്റിയില്ല. അത് ഒരു വർഷത്തെ കോഴ്സ് തീരുന്ന മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ തയ്യലൊക്കെ അവിടെ നിർത്തി വെക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ മോനൊക്കെ ജനിച്ച് കുറേ നാളിന് ശേഷമാണ് വീണ്ടും ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് വന്നത്.